നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. വേദങ്ങൾ, ഉപനിഷത്തുകൾ എന്ന പോലെ തന്നെ പ്രസിദ്ധങ്ങളാണല്ലോ നമ്മളുടെ ഇതിഹാസങ്ങളായ രാമായണം, മഹാഭാരതം, അതുകൂടാതെ കാളിദാസന്റെ ശാകുന്തളം മുതലായ മഹാകാവ്യങ്ങൾ എല്ലാം. ഇവയെല്ലാം വെറും ഭാവനാ സൃഷ്ടികളാണ് എന്ന ഒരു അഭിപ്രായം ഒരു വശത്തും, അല്ല ചരിത്ര സംഭവങ്ങളാണെന്ന വിപരീത അഭിപ്രായം മറ്റേ വശത്തും നിലനിൽക്കുമ്പോൾ തന്നെ ചരിത്ര സംഭവങ്ങളെയും ചരിത്ര കഥാപാത്രങ്ങളെയും കൂട്ടിയിണക്കി അവയിലൂടെ കൽപ്പനകളും ഭാവനകളും ചേർത്ത് നമ്മളുടെ ദർശനങ്ങളുടെ പല സന്ദേശങ്ങളെയും ആശയങ്ങളെയും സാർവത്രികമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഇവ ചെയ്യുന്നത് എന്നുള്ള ഒരു അഭിപ്രായം കൂടി ശക്തമായി ഉയർന്നു വരുന്നുണ്ടല്ലോ. ഇവയിൽ പലപ്പോഴും, പ്രത്യേകിച്ച് മഹാഭാരതത്തിലെ ഭഗവത്ഗീത തുടങ്ങിയ പല ഭാഗങ്ങളിലും വളരെ വ്യക്തമായി ദർശനങ്ങളെ ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ ഉള്ളപ്പോഴും ഇതിന്റെ കഥാഘടനയിലൂടെയും കഥാഗതിയിലൂടെയും നമ്മളുടെ ദർശനങ്ങളുടെ, പ്രത്യേകിച്ച് അദ്വൈത ദർശനത്തിന്റെ ഏതെങ്കിലും സന്ദേശമോ ആശയമോ ഇവ മുന്നോട്ട് വയ്ക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇത്തരം പല സാഹിത്യ സൃഷ്ടികളും നടത്തിയിട്ടുള്ള ഒരു കഥാകാരൻ എന്ന നിലയിൽ ഇതിൽ സാറിന്റെ വീക്ഷണം എന്താണ്? എന്തിനാണ് ഇതിഹാസങ്ങളും കാളിദാസ മഹാകവി തൻ്റെ കൃതികളുമൊക്കെ രചിച്ചത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അദ്വൈതം സ്ഥാപിക്കാനാണ് എന്ന് തന്നെയാണ്. അവര് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ദ്വൈതഭാവം അകറ്റാനാണ് ഈ കാവ്യങ്ങളൊക്കെ രചിച്ചത് എന്ന് കാണാം. പ്രകൃതിയോടൊത്താണ് മനുഷ്യൻ ജീവിക്കേണ്ടത്, അല്ലാതെയല്ല എന്നാണ് അതിൻ്റെയൊക്കെ സാരം. പ്രകൃതി എന്ന് പറയുമ്പോൾ മുഴുവൻ പ്രപഞ്ചവും എന്ന് തന്നെയാണ് അർത്ഥം. പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള വീഴ്ചയിൽ, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള വീഴ്ചയിൽ, ഏകത എന്ന ബോധത്തിൽ മുറിവ് വരുമ്പോഴാണ് അധികാരം എന്ന പ്രശ്നം ഉത്ഭവിക്കുന്നത്. ആർക്കാണ് പ്രകൃതിയുടെ പുറത്ത് അധികാരമുള്ളത്? ആ അധികാരം എങ്ങനെയാണ് തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് കൈമാറുന്നത് എന്ന പ്രശ്നം വരുന്നത് ആ അധികാരം ഉണ്ടോ ഇല്ലയോ എന്ന പ്രശ്നത്തിൻ്റെ തുടർച്ചയായിട്ട് മാത്രമാണല്ലോ. അപ്പോൾ ആദ്യം അന്വേഷിക്കേണ്ടത് ആർക്കെങ്കിലും ആ അധികാരം ഉണ്ടോ എന്നാണ്. അപ്പം അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ മഹർഷി പറയുന്നത് ആർക്കും അങ്ങനെ ഒരു അധികാരം വാസ്തവത്തിൽ ഇല്ല എന്നാണ്. അത് ആർക്കായാലും ശരി, ശ്രീരാമനായാലും ശരി, വേറൊരാൾക്കായാലും ശരി, ഭാരതത്തിലെ കഥാപാത്രങ്ങൾക്കായാലും ശരി, പ്രകൃതിയുടെ പുറത്ത് അധികാരം എന്നൊന്ന് ആർക്കും ഇല്ല. അധികാരം എന്നത് ചുമതല എന്നതിൽ കവിഞ്ഞ് ഒരു വിശേഷപ്പെട്ട പ്രത്യേക പദവിയുടെ ആസ്ഥാനം ആയിട്ടല്ല അവർ കാണുന്നത്. രാമായണത്തിൽ പ്രകൃതിയുമായുള്ള സമഞ്ജസമായ ബന്ധത്തിൻ്റെ ഉദാഹരണമാണ് ജനക മഹർഷി അഥവാ ജനക മഹാരാജാവ്. അദ്ദേഹം രാജർഷിയായിരുന്നു. അദ്ദേഹം പ്രകൃതിയോട് ഇണങ്ങിയാണ് ജീവിച്ചത്. കാർഷിക വൃത്തിയാണ് ഏറ്റവും സുഗമമായ ഹൃദ്യമായ ജോലി എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിൽ സ്വയം ഏർപ്പെടുകയും ചെയ്തു. ഭൂമിയുടെ മകളായിട്ടാണ് സീത പിറന്നു വരുന്നത് എന്ന് ഓർക്കുക. അതായത് പ്രകൃതിയും പുരുഷനും മനുഷ്യനും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും ഹൃദ്യമായ സന്തതിയാണ് സീതാദേവി. അയോധ്യ എന്ന് പറയുന്ന മഹാനഗരം മോഡിയുടെയും ധാഡിയുടെയും ഒക്കെ ഒരു കേന്ദ്രമാണ്, നഗരമാണ് എന്നർത്ഥം. ഈ ഗ്രാമ നഗര സംഘർഷം അന്നേ നിലവിലുണ്ടായിരുന്നു എന്ന് ഓർക്കുക. ഗ്രാമങ്ങളെ വിഴുങ്ങിയാണ് നഗരങ്ങൾ വളർന്നത്. പ്രകൃതിയുടെ സ്വതന്ത്രമായ നിലനിൽപ്പിന് തടസ്സമായിട്ടാണ് അധികാരങ്ങൾ വിരാജിച്ചത്. ഒരുപാട് ആയിരക്കണക്കിന് ആനകളെയും കുതിരകളെയും ഒക്കെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി മെരുക്കി സൈന്യത്തിലെ യുദ്ധത്തിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണ് രാജാക്കന്മാർ ചെയ്തത്.
മറ്റു പല അധർമ്മങ്ങളും ചെയ്ത കൂട്ടത്തിൽ പ്രകൃതിയോട് ചെയ്ത അനീതികളിൽ ഇങ്ങനെ എണ്ണ പറയാവുന്ന ഒരുപാട് എണ്ണമുണ്ട്. ഇതൊക്കെ വരുത്തി വയ്ക്കുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് വിഘാതമാണ് എന്നും അത് പാപമാണ് എന്നും മഹർഷി പറയുന്നു. ഒരു കാട്ടാളൻ ഒരു പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തുന്നത് പാപമാണെങ്കിൽ, വിശപ്പെടുക്കാൻ വേറെ മാർഗമുള്ളപ്പോൾ അത് ചെയ്യുന്നത് പാപമാണെങ്കിൽ, ഒരു രാജാവ് പ്രജകളിൽ നിന്ന് അനാവശ്യമായി നികുതി പിരിച്ച് വലിയ മോടിയിൽ കൊട്ടാരമൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നതും വാസ്തവത്തിൽ മഹാപാപമാണ് എന്ന് തന്നെയാണ് മഹർഷി പറയുന്നത്. തന്നെയല്ല, അധികാരം എന്നൊന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അധികാരത്തിൻ്റെ പേരിൽ തർക്കമുണ്ടാവുകയും ആ തർക്കത്തിൽ നിന്ന് യുദ്ധമുണ്ടാവുകയും ആ യുദ്ധത്തിൽ പരിസ്ഥിതി മാത്രമല്ല മനുഷ്യവംശത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെ, മൃഗങ്ങൾ ഉൾപ്പെടെ സാധാരണക്കാരടക്കം നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇത് അധികാരത്തിൻ്റെ സന്തതിയാണ് എന്ന് നാം കാണുന്നു. ഈ കാഴ്ചയാണ് രണ്ടിടത്തും നമ്മൾ കാണുന്നത്. ഒരിടത്ത് അയോധ്യയിൽ തന്നെയുണ്ട് ഈ ഒരു നാഗരികതയുടെ പാപങ്ങളിൽ ചിലതൊക്കെ. ഭൂമി കന്യകയായ സീത പോകുന്നത് ധാടിയുടെ സ്ഥലമായ അയോധ്യയിലേക്കാണ്. അതിൻ്റെ വിഷമം കൃത്യമായി അവരനുഭവിക്കുന്നുണ്ട്, പറയുന്നുമുണ്ട് എന്ന് നമുക്ക് കാണാം രാമായണത്തിൽ. അത് കഴിഞ്ഞ് അവർ കാട്ടിലേക്ക് പോവുകയാണ് ഭർത്താവിൻ്റെ കൂടെ. കാട്ടിലേക്ക് പോകുമ്പോഴും അവർ പ്രകൃതിയുടെ മകളായിട്ട് തന്നെയാണ് കാട്ടിലേക്ക് പോകുന്നത്. ആ മകളെ മറ്റൊരു പ്രകൃതി വിരുദ്ധൻ, രാവണൻ എന്ന് പറയുന്ന ഒരാൾ ബലമായി പിടിച്ചുകൊണ്ട് പോവുകയാണ്. അതിലുമുണ്ട് സത്യത്തിൽ പ്രകൃതിയോടുള്ള വെല്ലുവിളിയും പ്രകൃതിയോടുള്ള ഒട്ടും അരുതാത്ത സമീപനവും. എന്നിട്ട് സീതാദേവി ലങ്കയിലിരുന്നിട്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട്, ഒന്നിച്ചില്ലാനും വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് രാമൻ അവിടെ എത്തുന്നത്. തിരഞ്ഞു പിടിച്ച് രാവണനെ ആക്രമിച്ച് മഹായുദ്ധത്തിൽ എത്ര പേരാണ് മരിച്ചു പോയതെന്ന് നിശ്ചയമില്ല. ആ മഹായുദ്ധം കഴിഞ്ഞിട്ട് ഇവരെ വീണ്ടെടുത്ത് തിരിച്ച് വരികയാണ്. അവിടെ സീതയെ തിരിച്ചെടുക്കുന്നതിന് മുൻപ് സീത തീയിലൂടെ കടന്നു വന്ന് തൻ്റെ ശുദ്ധി തെളിയിക്കണം എന്ന് രാമൻ ശഠിക്കുകയാണ്. സീത അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അയോധ്യയിൽ തിരിച്ചെത്തിയിട്ട് ഈ അയോധ്യയിലെ വാസത്തിനിടെ ഗർഭിണിയായ അവർ തിരസ്കരിക്കപ്പെടുന്നു രാമനാൽ. ആരോ അപവാദം പറഞ്ഞു എന്നതാണ് നേരെ. ഒരു തെറ്റും സീത ചെയ്തിട്ടില്ല എന്ന് രാമൻ അറിയാം, അസലായിട്ടറിയാം. അതുകൊണ്ടാണല്ലോ എന്തിനാണ് ശിക്ഷിക്കുന്നത് എന്ന് പറയാതെ പോലും ഉല്ലാസയാത്രയ്ക്കാണ് എന്ന ഒരു നാട്യത്തിൽ ലക്ഷ്മണൻ്റെ കൂടെ സീതയെ കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. എന്നിട്ട് ആ സീത കാട്ടിൽ വാൽമീകിയുടെ ആശ്രമത്തിൽ ജീവിച്ച് തൻ്റെ കുട്ടികളെ പ്രസവിച്ച് അവരെ വളർത്തിക്കൊണ്ടുവന്ന് അവസാനം ആ കുട്ടികൾ പാടുന്ന രാമായണത്തിലൂടെ മഹർഷി രാമനെ തൻ്റെ അപരാധത്തെക്കുറിച്ച് ഏതാണ്ടൊരു ബോധമുണ്ടാക്കുമ്പോൾ രാമൻ വീണ്ടും സീതയെ വീണ്ടെടുക്കാനായിട്ട് കാട്ടിലേക്ക് പോവുകയാണ്, ആശ്രമത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ സീത സന്തോഷിച്ചു രാമനെ കണ്ടപ്പോൾ. പക്ഷേ രാമൻ ആവശ്യപ്പെടുന്നത്, ഇത്രയും കാലം നീ അന്യപുരുഷൻ്റെ കൂടെയല്ലേ താമസിച്ചത്, അതുകൊണ്ട് വീണ്ടും ഒരു അഗ്നിശുദ്ധിക്ക് തയ്യാറാവണം എന്നാണ്. വാൽമീകി മഹർഷിയെക്കുറിച്ചാണോ ഈ സംശയം പറയുന്നത് എന്ന് പോലും നമുക്ക് സംശയം തോന്നാൻ കേട്ടാൽ. പക്ഷേ പറയുന്നത് ഇതാണ്. ഇത് കേട്ട മാത്രയിൽ സീതാദേവിക്ക് ഒരിക്കലും സഹിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവർ രണ്ട് കൈയും തലയിൽ വെച്ച് എൻ്റെ അമ്മയെ എന്നെ കൊണ്ടുപോണേ എന്ന് നിലവിളിക്കുകയാണ്. അപ്പോഴാണ് ഭൂമിദേവി പുലർന്ന് സീത എന്ന ഭൂമിപുത്രി താഴത്തേക്ക് ഭൂമിദേവിയുടെ മടിത്തട്ടിലേക്ക് ആണ്ടിറങ്ങി പോകുന്നത്. ഈ കഥ എന്തിൻ്റെ സൂചകമാണ് എന്ന് ചോദിച്ചാൽ അധർമ്മത്തിൻ്റെ, അതായത് അധികാര പ്രയോഗത്തിൻ്റെ, പ്രകൃതിയോടുള്ള മുഷ്കിൻ്റെ ഉദാഹരണത്തിൻ്റെ സൂചകമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതേപോലെ തന്നെയാണ് മഹാഭാരതത്തിൻ്റെയും കഥ. മഹാഭാരതത്തിൽ കുന്തി എന്ന ഒരു സ്ത്രീ തനിക്കുണ്ടായ ഒരു പുത്രനെ, ആരിലുണ്ടായതോ ആവട്ടെ, ആദ്യത്തിലാവട്ടെ
വേറെ ആരിലാവട്ടെ, ചന്ദ്രനിലാവട്ടെ, ഇന്ദ്രനിലാവട്ടെ, നാട്ടിലാരുടെയെങ്കിലും ആകട്ടെ, തൻ്റെ കുഞ്ഞായി വളർത്താനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. അപവാദം ഭയന്നിട്ടാണ് ആ കുട്ടിയെ അവരെ ഒരു പേടകത്തിലാക്കി നദിയിൽ ഒഴുക്കുന്നത്. ആ കുട്ടിയാണ് കർണനായി വളർന്ന് മറ്റൊരു ജാതിക്കാരനാണെന്നുള്ള ആക്ഷേപത്തിന് ഇരയായിട്ട് അതിൻ്റെ പേരിൽ അവഗണിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് വീര്യവാനായിട്ട് മഹാഭാരത യുദ്ധത്തിൽ അർജുനന് എതിരാളിയായിട്ട് വെല്ലുവിളിയായിട്ട് വരുന്നത്. അങ്ങനെ ഒരാളില്ലായിരുന്നെങ്കിൽ ദുര്യോധനൻ ഈ യുദ്ധത്തിന് തയ്യാറാകുമായിരുന്നില്ല. അർജുനൻ്റെ മുമ്പ് നിൽക്കാൻ ഒരാളില്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പോകാൻ ദുര്യോധനൻ ഒരിക്കലും ധൈര്യപ്പെടില്ല. പാഞ്ചാലിയുടെ കാര്യമാണെങ്കിലോ, ഭാര്യയെ പണയം വെച്ച് ചൂത് കളിക്കാമോ എന്ന ചോദ്യം ഉത്ഭവിക്കുന്നു. ഭാര്യ നിങ്ങളുടെ സ്വത്താണോ, അതോ ഭാര്യ ഒരു നിങ്ങളോളം പ്രാധാന്യമുള്ള ആളാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വളരെ ഭംഗിയായി ഋഷി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പാഞ്ചാലി ചോദിക്കുന്നും ഉണ്ട്, എന്നെ പണയം വെച്ച് ചൂത് കളിച്ചുവോ എന്ന് ചോദിക്കുന്നുണ്ട്. വിശ്വസനീയമല്ല അത് എന്നർത്ഥം. തന്നെയല്ല, രജസ്വലയായ പാഞ്ചാലി സദസ്സിലേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോൾ ഉറക്കെ ചോദിക്കുന്നുണ്ട്, ഇത് ശരിയാണോ എന്ന്. ചോദിക്കുന്നത് എല്ലാ കുലപതികളോടുമാണ്. ഭീഷ്മ ദ്രോണാദികളൊക്കെ എല്ലാ മഹാശയന്മാരും ഇരിക്കുന്ന മഹാരാജസദസ്സിലേക്കാണ് ഇവരെ ഈ ഒറ്റച്ചേലയെടുത്ത് രജസ്വലയായ ഒരു സ്ത്രീയെ മുടി ചുറ്റിപ്പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുവരുന്നത്. ഒരാളും ഒരു മറുപടിയും പറയുന്നില്ല. അവർ വീണ്ടും ചോദിക്കുന്നുണ്ട്, ആരും ഒന്നും പറയുന്നില്ല. അപ്പോഴാണ് അവർ ആ ശപഥം ചെയ്യുന്നത്, ഈ മുടി ഇനി വാരിക്കെട്ടണമെങ്കിൽ ഇതുങ്ങളുടെയൊക്കെ ചോര പുരണ്ടിട്ട് വേണം എന്ന ഒരു ശപഥം അവിടെ വെച്ചാണ് രൂപപ്പെടുന്നത്. ആ ശപഥമാണ് ഭാരത യുദ്ധത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു ഘടകം. സ്ത്രീക്ക് എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിയിൽ മംഗളം പുലരുന്നത് എന്നും സമാധാനം ഉണ്ടാകുന്നത്. ഭൂമിക്ക് എന്തുമാത്രം പരിക്കേൽക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മംഗളം ഇല്ലാതെ പോകുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മഹർഷി പറഞ്ഞു തരികയാണ്. ഇതുതന്നെയാണ് ശാകുന്തളത്തിലും നമ്മൾ കാണുന്നത്. ശാകുന്തള എന്ന ആശ്രമ പെൺകുട്ടി ഒരു മഹാരാജാവിൻ്റെ കയ്യേറ്റത്തിന് വിധേയയായി പോവുകയാണ്. അതിന് അനുവദിക്കപ്പെട്ട വിവാഹത്തിന് ഒരു പേരൊക്കെ ഇട്ടിട്ട് സാധൂകരണം നൽകപ്പെടുന്നുണ്ട് അന്ന് ആ കാലത്ത്. പക്ഷെ അത് കഴിഞ്ഞു, രാജാവ് പോയി. ഈ കുട്ടി രാജാവിനെ ഓർത്തിരിക്കുകയാണ്. അവസാനം രാജകൊട്ടാരത്തിലേക്ക് പോകേണ്ട ഒരവസ്ഥ വന്നപ്പോൾ കണ്ണു മഹർഷി ബാഷ്പനിരുദ്ധ കണ്ഠനായി. ചിലപ്പോൾ അദ്ദേഹത്തിന് സംശയം തോന്നിക്കാണും വരാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ച്. ഈ കുട്ടിയെ പറഞ്ഞയക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ രാജാവ് ഈ കുട്ടിയെ കണ്ട ഭാവം നടിക്കുന്നില്ല. ഞാൻ നിന്നെ വിവാഹം കഴിച്ചു എന്നതിന് തെളിവ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഒരു മോതിരം കൊടുത്തിരുന്നു, അത് പക്ഷേ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഈ മോതിരമാണ് കാര്യം എന്ന് ഈ പാവം കുട്ടി വിചാരിച്ചു കാണില്ല. അധികാരം ആർക്കെങ്കിലും ആവശ്യമുണ്ടോ, അനുവദനീയമാണോ എന്ന അടിസ്ഥാനപരമായ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ കൃതികളിലൊക്കെ നമുക്ക് കണ്ടുകിട്ടുന്നത്. അധികാരം ഭൂമിയിൽ ആർക്കും ഇല്ല, ഉണ്ടാവരുത് എന്നാണ് മറുപടി. ഈ ഭൂമിയിലെ സമ്പത്ത് ആരുടെയാണ് എന്ന് ചോദിക്കുന്നുവല്ലോ മഹർഷി. ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാവരുടെയുമാണ്. അതിൻ്റെ പുറത്ത് വിശേഷാധികാരം ആർക്കുമില്ല എന്ന് തന്നെയാണ്. രാജാവ് ജനങ്ങളെ നയിക്കുന്ന ഒരാളാണ്. അച്ഛൻ മക്കളെ എന്ന പോലെ എന്നാണ് പറയപ്പെടുന്നത്. അച്ഛൻ മക്കളെ എന്ന പോലെ നയിക്കുന്ന രാജാവ് തനിക്ക് പ്രകൃതിയുടെ എല്ലാ വ്യഥകളിൽ നിന്നും മാറി നിൽക്കാനും വലിയ കൊട്ടാരങ്ങൾ പണിയാനുമായിട്ട് പ്രജകളുടെ അധ്വാനത്തെ ചൂഷണം ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടില്ല എന്ന് തന്നെയാണ് അർത്ഥം. രാജാവും പ്രകൃതിയും തൻ്റെ പ്രജകളുമൊക്കെ ഒന്നാണ് എന്ന ഒരു ബോധം, അദ്വൈത ബോധം തന്നെയാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം. എന്തിനാണ് ഇതിഹാസങ്ങൾ എഴുതപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അധികാരം എന്ന വാക്കിന് ഒരു നിർവചനം കൊടുക്കാനും
അധികാരത്തിൻ്റെ ഉപയോഗത്തിന് ഉദാഹരണങ്ങളായി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് സ്ത്രീകളോട് കാണിക്കപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണവും വിമർശനവും ഒക്കെ ആയിട്ടാണ് ഈ കൃതികൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് സൂക്ഷ്മമായി പറയാം, എന്തിനാണ് ഇതിഹാസങ്ങൾ എഴുതപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അത് എഴുതപ്പെട്ടത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഏകത, ഐക്യം നിലനിർത്തുന്നതിനും അതിൻ്റെ പൊരുള് തെളിച്ച് കാണിക്കുന്നതിനും ആ ഒരു അദ്വൈത ഭാവത്തിൻ്റെ വളർച്ചയിലൂടെ മാത്രമേ മനുഷ്യന് ഭൂമിയിൽ നിലനിൽക്കാൻ കഴിയൂ എന്ന് പറയാനും ആണ്. എന്തുമാത്രം അടിസ്ഥാനപരമായ പ്രസക്തമായ ഒരു സന്ദേശമാണ്, നിലപാടാണ് എന്ന കാര്യത്തിന് നമുക്കിപ്പോൾ ഒരു സംശയമില്ല. ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും അടുത്ത ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ നീണ്ട പട്ടികയുമൊക്കെ നമ്മെ ബോധ്യപ്പെടുത്താനായിട്ട് പോകുന്നതും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും ഈ ഒരേ ഒരു കാര്യമാണ്. ഇവിടെ ആർക്കും ആരുടെ പുറത്തും ഒന്നിൻ്റെ പുറത്തും വിശേഷപ്പെട്ട അധികാരം ഒന്നും ഉണ്ടായിക്കൂടാ എന്നും അതെല്ലാം പാപമാണ് എന്നുമാണ് ഋഷി പറയുന്നത്. അരുത് കാട്ടാള എന്ന് പറഞ്ഞത് അക്ഷരാഭ്യാസമില്ലാത്ത, ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു പാവപ്പെട്ട കാട്ടാളനോട് മാത്രം അല്ല, ഇനി വരാനിരിക്കുന്ന ഈ മനുഷ്യാകത്തിലെ സംഘടനാപരമായ വിശേഷ ശക്തികളിലൂടെയൊക്കെ ശക്തന്മാരായി വളർന്നു വരുന്ന അധികായന്മാരെന്നും ഈശ്വരന്മാരെന്നും സ്വയം വിചാരിക്കുന്ന ഭരണാധിപന്മാർക്കും മൂലധന നിക്ഷേപകർക്കും ഒക്കെയുള്ള കനത്ത താക്കീതായിട്ടാണ് അത്. അതുകൊണ്ട് നമുക്ക് അടിവരയിട്ട് പറയാം, ഭൂമിയിൽ അദ്വൈത ആശയത്തിന് സ്ഥാനം കിട്ടുന്ന കാലത്ത് അധികാരം ദുരുപയോഗപ്പെടുന്നത് നിൽക്കും എന്നും അധികാരം എന്നൊന്ന് ഇല്ലാതാവും മാനസികമായിട്ട് എന്നും അന്ന് മാത്രമേ സമാധാനം ഉണ്ടാവൂ എന്നും അങ്ങനെ ഒരു നല്ല കാലം വരട്ടെ എന്ന മഹർഷിയുടെ മഹാ അനുഗ്രഹത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒരുമിച്ച്.